ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും അപമാനിച്ച് ഇറക്കിവിട്ട സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ട സുരക്ഷിതത്വവും ക്രമീകരണങ്ങളും നൽകുമെന്നും വ്യാപാരി വ്യവസായി വ്യക്തമാക്കി. സംഭവത്തിനിടയാക്കിയ സ്ഥാപനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടാനും വിനോദസഞ്ചാരികളെ അപമാനിച്ച വ്യക്തിയെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും മാറ്റി നിർത്താനും തീരുമാനമായി. ടൂറിസം മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന കുമളിക്ക് ബുധനാഴ്ച നടന്ന സംഭവം വലിയ അപമാനമാണ് പൊതുജനമധ്യത്തിൽ ഉണ്ടാക്കിയതെന്നും ഇത് അംഗീകരിക്കുവാൻ കഴിയാത്ത കാര്യമാണെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജ കരിമുട്ടം പറഞ്ഞു. കുമളിയിൽ കാശ്മീർ സ്വദേശികൾ നടന്ന കരകൗശല വിൽപ്പന കേന്ദ്രത്തിലേക്ക് സഞ്ചാരികളെ ഇവർ വിളിച്ചുകയറ്റി സാധനങ്ങൾ കാണിക്കുന്നതിനിടെ ഇസ്രായേൽ സ്വദേശികളാണെന്ന് കടയിലുള്ളവർ മനസ്സിലാക്കി. ഇതോടെ കടയിലെ ലൈറ്റ് അടിച്ച് ഇവരോട് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ടു. സംഭവം വലിയ വിവാദമാകുകയും തങ്ങളെ ഇറക്കിവിട്ടത് ഇസ്രായേൽ സ്വദേശികൾ ചോദ്യം ചെയ്യുന്നതും കടയിലുള്ളവർ മാപ്പ് പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. അത് പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും വ്യാപാരി സമൂഹവും ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് കുമളിക്ക് പ്രത്യേകിച്ചുണ്ടായ ഈ അപമാനത്തിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റ് ഖേദപ്രകടനം നടത്തുകയാണ്. കുമളിയിലും തേക്കടിയിലും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സുരക്ഷിതത്വവും അവർക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുവാനും സംഘടന എന്നും മുന്നിലുണ്ടാകും എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. നാളുകളിൽ ഈ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് സംഘടന ഇപ്പോൾ നിലവിൽ എടുത്തിരിക്കുന്നത്. എന്നാൽ വിഷയത്തിൽ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് സ്പൈസ് ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് ഒരു താക്കീതായി തന്നെ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവണതകൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കേണ്ട ഒരു കാര്യമായിരുന്നു. അവർ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട സ്റ്റേഷനിൽ പോയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ ചാനലിലൂടെയൊക്കെ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് പബ്ലിക് അറിയുകയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിഞ്ഞാണ്. പക്ഷേ അത് സ്വമേധയാ കേസെടുക്കാതെ ഇത് എവിടെയൊക്കെയോ ഒത്തുതീർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഗ്നിറ്റി തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് മാറിയിരിക്കുന്നത്. തേക്കടിയിലും കുമളിയിലും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വിവിധ സംഘടനകൾ വ്യക്തമാക്കി. ഇടുക്കി വിഷൻ കുമളി.